ദൈവം ന്യായപ്രമാണം എന്തിനു നൽകി? പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ പ്രാധാന്യമുള്ളതെങ്കിലും വിശ്വാസികൾ പലപ്പോഴും അവഗണിക്കുവാൻ താല്പര്യപ്പെടുന്നതുമായ ഒരു വിഷയമായ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ ബൈബിളിൽ നിന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും എന്താണ് ന്യായപ്രമാണമെന്നോ ആര് എന്തിനു വേണ്ടിയാണ് അത് നൽകിയതെന്നോ അന്വേഷിക്കുവാനുള്ള താല്പര്യക്കുറവാണ് ആ വിഷയത്തെ കൂടുതൽ അറിയുന്നതിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ആ വിഷയത്തെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിലാണ് നിയമങ്ങൾ അഥവാ പ്രമാണങ്ങൾ പ്രധാനമായും നമ്മൾ കാണുന്നത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം ഇസ്രായേൽ മക്കളെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്ന അവസരത്തിലാണ് മോശ മുഖാന്തരം കൽപ്പനകളും പ്രമാണങ്ങളും എഴുതിയും പലതും വായ്മൊഴിയായും അവർക്ക് നൽകി തുടങ്ങിയത്. ഈ 5 പുസ്തകങ്ങളുടെയും രചയിതാവ് മോശെ ആയതുകൊണ്ടാണ് ഈ പ്രമാണങ്ങളെ മോശയുടെ ന്യായപ്രമാണം എന്ന് യോശുവ രേഖപ്പെടുത്തിയത്. എന്നാൽ ദൈവം ഇത് മോശയ്ക്ക് എഴുതി നൽകുന്നതിന് മുൻപ് തന്നെ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് മനുഷ്യനുണ്ടായിരുന്നു. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ആത്മാവിൽ ജീവിച്ച് ദൈവത്തെ മാത്രം അറിഞ്ഞും അനുസരിച്ചും നടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ അനുസരണക്കേട് കാണിച്ച് ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ച നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം മനുഷ്യൻ തിന്നുകയും അതോടൊപ്പം നന്മയെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല തിന്മയെക്കുറിച്ചുള്ള അറിവും മനുഷ്യന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മനുഷ്യന് തിന്മയെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിലും തിന്മയായത് ചെയ്യാതിരിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ആത്മാവിന് മരണം സംഭവിച്ചു. ഏതൊരു മനുഷ്യനിലും അവന്റെ മനസാക്ഷി എന്നൊരു ഘടകം നന്മതിന്മകളെക്കുറിച്ചുള്ള ബോധം നൽകിയിരുന്നു. ഹാനോക്കും നോഹയും ഇയ്യോബും യോസഫുമൊക്കെ ആ തിരിച്ചറിവിൽ ദൈവത്തെ അറിയുകയും അനുസരിക്കുകയും ചെയ്തവരാണ്. എന്നാൽ മഹാഭൂരിപക്ഷം ജനവും തിന്മ ചെയ്യുന്നത് തിരഞ്ഞെടുത്ത് അതിൽ രസിച്ചു. മനുഷ്യരുടെ പാപങ്ങൾ വർദ്ധിച്ചപ്പോൾ അവരെ നേർവഴിയിലേക്ക് നടത്താനും വീണുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കാനും ദൈവം തിരഞ്ഞെടുത്ത വഴിയുടെ ആദ്യ ചുവടുകളിൽ ഒന്നായിരുന്നു ഇസ്രായേൽ എന്ന ജനതയുടെ പിറവി. മനുഷ്യന്റെ ഉടയവനായിരിക്കുന്ന ദൈവം ആരെന്നും എങ്ങനെയാണ് ആ വിശുദ്ധനായ ദൈവത്തിന്റെ അടുത്തേക്ക് വരേണ്ടതെന്നും മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാനാണ് ദൈവം ആദ്യമായി കൽപ്പനകളും പ്രമാണങ്ങളും ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയത്. അങ്ങനെ മനുഷ്യരുടെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്ത ന്യായപ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മനുഷ്യന് വന്നു. ആ പരിജ്ഞാനത്താൽ പാപത്തിൽ നിന്നകന്ന് വിശുദ്ധമായൊരു ജീവിതം ജീവിക്കുവാൻ ന്യായപ്രമാണം മനുഷ്യനെ സഹായിക്കുന്നു. അതിനാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ഈ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന സെഖരിയാവിനെയും എലിസബത്തിനെയും അനുസരിച്ചു എന്ന് സ്വയം അവകാശപ്പെടുന്നവരായ ഒരു പ്രമാണിയെയും പൗലോസ് അപ്പോസ്തലനെയും നമുക്ക് പരിചയമുള്ളതാണല്ലോ. എന്നാൽ ഈ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാത്തതുകൊണ്ട് ആണ്ടുതോറും ഇടവില്ലാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൽപ്പനകൾ അനുസരിച്ച് യാഗം കഴിച്ചതിന് ശേഷവും ശുദ്ധി പ്രാപിച്ചു എന്നൊരു ധൈര്യം മനുഷ്യർക്ക് വന്നതുമില്ല.
കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചതിനു ശേഷവും ഒരു പൂർണ്ണ സമാധാനം ഹൃദയത്തിന് ലഭിക്കാത്തതുകൊണ്ടാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യവുമായി ഒരു പ്രമാണി യേശുക്രിസ്തുവിന്റെ തന്നെ അടുത്ത് വന്നത്. ആ കഥ ലൂക്കോസ് 18 നമുക്ക് ലഭ്യമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നിത്യജീവനിലേക്കുള്ള പ്രവേശനത്തിന്റെ ഒരേ ഒരു വഴി എന്ന സത്യത്തിലേക്ക് ഓരോ മനുഷ്യനെയും എത്തിക്കുവാൻ ന്യായപ്രമാണം ഒരു ശിശുപാലകന്റെ വേഷം ധരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ന്യായപ്രമാണം അനുസരിക്കുക എന്നത് മനുഷ്യന് അസാധ്യമായ ഒന്നായിരുന്നില്ല. എന്നാൽ അത് പ്രയാസമുള്ളതായിരുന്നു. കാരണം ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നാലും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീരുമായിരുന്നു. അതുകൊണ്ട് തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ദൈവം യേശുക്രിസ്തുവിനെ ന്യായപ്രമാണത്തിന്റെ അവസാനമാക്കി. ഒരു മനുഷ്യനായി തന്നെ ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച് മനുഷ്യനെ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. അതുകൊണ്ട് ഇനിയും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ ആശ്രയിക്കുന്നു എങ്കിൽ ഏതൊരു മനുഷ്യനും ശാപത്തിന് കീഴാകുന്നു. എന്നാൽ വിശ്വാസം വന്നവരായ നാം ഇനി ശിശുപാലകനായ ന്യായപ്രമാണത്തിന് കീഴിലല്ല. മനുഷ്യന്റെ നിത്യജീവന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഇനിയും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചാൽ അവൻ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് കൃപയിൽ നിന്ന് വീണുപോയവനായി തീരും. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ഭാരമുള്ള പ്രവൃത്തികളെ ചെയ്ത് തളർന്നു പോയവരായ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ വചനം കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.